നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഫോണിന് നിങ്ങൾക്ക് എത്ര വില പറയാൻ പറ്റും? 2000, 3000, 4000, 5000 ഇത്രയൊക്കെയല്ലേ പറയുള്ളൂ. പക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് 50,000 രൂപ സാലറിയുള്ള ജോബ് അപ്ലൈ ചെയ്യും എന്നത് മനസ്സിലാകും. അതായത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരള PSC ഏറ്റവും പുതിയതായിട്ട് പുറത്തുവിട്ട ജോബ് അവസരമാണ് വനം വകുപ്പിൽ വാച്ചറായിട്ട് ജോലി ചെയ്യും. 50,000 രൂപ വരെയാണ് ഇതിലേക്കുള്ള ശമ്പളം. നമുക്ക് വെറും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇതിനായിട്ട് അപ്ലൈ ചെയ്യും. ഇതിനെക്കുറിച്ച് എത്ര പേർ വന്നിട്ടുണ്ട്? പലരും അറിഞ്ഞിട്ടില്ല, എനിക്കറിയാം. ഇതിപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നത്. അതായത് നിലവിൽ കാലിക്കറ്റ് ജില്ലയിലുള്ള ആൾക്കാരെ മാത്രമാണ് എടുക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് മറ്റ് ജില്ലകളിലേക്കുള്ള നോട്ടിഫിക്കേഷനോട് വരുന്നതായിരുന്നു ഉറപ്പിക്കണം. അതുകൊണ്ട് ഈ ചാനൽ ഫോളോ ചെയ്ത് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കി ഡീറ്റെയിൽസ് കൂടെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിലേക്ക് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു ജോബ് അവസരം എന്നുള്ളത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഈ ഹെഡിങ് നമുക്ക് കാണാം. അതിൻ്റെ താഴെ ഏതൊക്കെ പൊസിഷനിലേക്കാണ് തൊഴിലവസരങ്ങൾ വന്നിട്ടുള്ളതെന്ന് കാണാം. ഫോറസ്റ്റ് വാച്ചറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സാലറി പറയുന്നത് 23,000 മുതൽ 50,200 വരെ. ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ട്രിക്ട് ബേസ്ഡ് വേക്കൻസിയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്, കാലിക്കറ്റ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് മിനിമം 18 വയസ്സും മാക്സിമം 50 വയസ്സുമാണ്. പിന്നെ ഏത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ച ആൾക്കാർക്ക് വരെ പറ്റുള്ളൂ എന്നുള്ളത്. ഏകദേശം 18 മുതൽ 50 വരെ വയസ്സുള്ള ആൾക്കെല്ലാം ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കാൻഡിഡേറ്റ് അത്യാവശ്യം അക്ഷരാഭ്യാസമുള്ള ആളായാൽ മതി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗുഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ അതും ഒരു ഘടകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് ഫോറസ്റ്റിൻ്റെ നിയർ ബൈ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ കാറ്റഗറീസ് അതിന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം കിട്ടാനുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഗ്യാസ് സർട്ടിഫിക്കറ്റ്, റിസർച്ച് സർട്ടിഫിക്കറ്റ്, സർവീസ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ സ്ക്രീനിങ് ഉണ്ട്, റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഇതിന് ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡേറ്റ് ആണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 15/5/2013. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ആപ്ലിക്കേഷൻ എൻ്റെ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം സമയമുണ്ട് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കാം. നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഡൗട്ടുണ്ട് ഈ ഒരു സൈറ്റ് ഏതാണെന്നുള്ളത്. അത് ഞാൻ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം. ഇതിപ്പോൾ സാധാരണഗതിയിലുള്ള പോലെ 30-40 പേജുകളൊന്നുമില്ല, ജസ്റ്റ് 4 പേജുകളുള്ളൂ. അപ്പോൾ വായിച്ച് എടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട രീതിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ജോബിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ മറ്റ് ജില്ലകളിൽ ഇതേ വേക്കൻസി വരുമ്പോൾ ഞാൻ ഈ ഒരു പേജ് വഴി അറിയിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻ അമർത്തി വെക്കുക. അപ്പോൾ പെട്ടെന്ന് കിട്ടും.